വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റാൻഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. അപ്പൊ നമ്മള് ഇന്നൊരു വീഡിയോ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. അതായത് പുതിയ 9ാം ക്ലാസ്സിൽ സാമൂഹ്യശാസ്ത്രത്തിൽ വന്നിരിക്കുന്ന കുറച്ച് പോയിന്റ്സുകൾ, നമ്മൾ പുതിയതായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഈ വരുന്ന പരീക്ഷകളെല്ലാം നമുക്ക് ഉപകാരപ്രദമാവുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതെല്ലാമാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്. അപ്പൊ ഉപതീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, അതുപോലെ തന്നെ പർവ്വത മണ്ണ്. ഇനി ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അത് ആ തനത് ഇടത്ത് തന്നെ രൂപപ്പെടുകയാണെങ്കിൽ അത്തരം മണ്ണിനങ്ങളെയാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണോ അത് രൂപപ്പെടുന്നത്, അതായത് ഓരോ പ്രദേശത്തിൽ ശിലകളിൽ നിന്ന് രൂപപ്പെട്ട അതത് സ്ഥലങ്ങളിൽ തന്നെ രൂപപ്പെടുന്ന മണ്ണിനത്തെ അല്ലെങ്കിൽ അതിൽ നിലനിൽക്കുന്ന മണ്ണിനങ്ങളെയാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. ഇത് അതത് സ്ഥലങ്ങളിൽ തന്നെ ശിലകൾ പൊടിഞ്ഞു ഉണ്ടാകുന്നതാണ്. അപ്പൊ തനതിട മണ്ണിനങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഈ തനതിട മണ്ണിനങ്ങൾക്ക് ഉദാഹരണം ഏതാണെന്ന് വെച്ചാൽ അത് കറുത്ത മണ്ണാന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളെ തനതിടത്തിന് രൂപപ്പെട്ടതാണ്. അപ്പൊ ആ ഒരു പ്രദേശത്തെ ശിലകളിൽ നിന്ന് പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണിനങ്ങളെ തനതിട മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് കറുത്ത മണ്ണ്. ഈ നദികളിലോ കാറ്റിലോ നീക്കം ചെയ്യപ്പെട്ട മറ്റു പ്രദേശം നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ നദികളാലോ കാറ്റുകളാലോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്ന മണ്ണിനങ്ങളെ എന്ന് വിളിക്കുന്നു? വഹിച്ചു കൊണ്ടുപോകുന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഏക്കൽ മണ്ണ്. അപ്പൊ നമ്മൾ ഉപതീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, ഏക്കൽ മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പിന്നെ പർവ്വത മണ്ണ് എന്ന് പഠിച്ചു. ഇതില് നമ്മൾ തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രദേശത്ത് ശിലകൾ പൊടിഞ്ഞുണ്ടായി അവിടെ തന്നെ നിക്ഷേപിക്കപ്പെട്ട് ഉണ്ടാകുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണെന്ന് വെച്ചാൽ അത് കറുത്ത മണ്ണാണെന്ന് മനസ്സിലാക്കാം. അടുത്തത് പറയുന്നത് എന്താണ്? നദികളുടെ കാറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു പ്രദേശത്ത് മറ്റൊരു പ്രദേശത്ത് നിക്ഷേപിക്കപ്പെടുന്ന മണ്ണിനങ്ങളെയാണ് വഹിച്ചു കൊണ്ടുപോകുന്ന മണ്ണിനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടഡ് സോയിൽസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഏക്കൽ മണ്ണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും മനസ്സിലായോ? അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയിലേക്ക് കടക്കാം. അപ്പൊ അടുത്ത ചോദ്യം എന്താണ്? ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അപ്പൊ നമുക്കറിയാം ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണമെന്ന്. ഇനി മനസ്സിലാക്കേണ്ടത് ഉപതീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. അപ്പൊ ഉപതീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപത്തിലുള്ള കായാന്തര ശിലകൾ അവയ്ക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത്. അപ്പൊ ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത് എന്താണ്? കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ്. അതായത് പ്രാചീന പരൽ രൂപ കായാന്തര ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുകൊണ്ടാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത്. അപ്പൊ ഇരുമ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് അതിന്റെ നിറം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ അടുത്ത ചോദ്യം: ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനും തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടും. ഈ മണ്ണിനും ഏതാണ്? അപ്പൊ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമാണ്, തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്ന മണ്ണിനമാണ്, കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ലാറ്ററൈറ്റ് മണ്ണിനമാണ്. ഇതാണ് ലാറ്ററൈറ്റ് മണ്ണിനം. മനസ്സിലാക്കേണ്ടത് കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണിനം. ഇത് ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമാണ്, തോട്ടവിളകൾക്കായിട്ടാണ് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഫലപുഷ്ടി കുറഞ്ഞതാണ്, കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. അപ്പൊ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ്? കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർനിറങ്ങൾ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നു. അപ്പൊ അവിടെ സിലിക്കയും അതുപോലെ ചുണ്ണാമ്പും മൃദുല ലവണങ്ങൾ ഊർന്നിറങ്ങിപ്പോയി അങ്ങനെ നീക്കം ചെയ്യപ്പെട്ടത് രൂപപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണിനം മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനമാണ് അത് മനസ്സിലാക്കാം. കൃഷിക്ക് യോഗ്യമല്ലാത്തയാണെങ്കിൽ വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. ഇനി പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യാസത്പുത പർവ്വതങ്ങൾ, മാൽവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട വസ്തുത എന്താണ്? കനത്ത മഴയും അതുപോലെ തന്നെ വരൾച്ചയും മാറുവാനും എടുക്കേണ്ട പ്രദേശങ്ങളിലാണ് ഈ ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. അതായത് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത് ആ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർജ്ജ പ്രക്രിയയുടെ നീക്കം ചെയ്ത ഫലമായിട്ടാണ് ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടുന്നത്. ഫലപുഷ്ടി തീരെ കുറവാണ്, മണ്ണിന് കൃഷിക്ക് യോഗ്യമല്ല. എന്നിരുന്നാൽ പോലും
വളപ്രയോഗത്തിലൂടെ തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തും. തോട്ടവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക മുതലായ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. ഇനി ഇത് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? പീഠഭൂമിയിൽ, ഉപരിയ പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതുപോലെ തന്നെ രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൽവ പീഠഭൂമി പ്രദേശങ്ങൾ ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നു. അപ്പൊ പീഠഭൂമിയിൽ ഇവിടെ കാണപ്പെടുന്നു പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, പിന്നെ രാജ്മഹൽ കുന്നുകള്, വിന്ധ്യ സത്പുര പർവ്വതങ്ങൾ, മാൽവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളാണ് ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇത്രയുമാണ് നമ്മൾ ലാറ്ററൈറ്റ് മണ്ണിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട പുതിയ കുറച്ച് വസ്തുതകൾ. അടുത്ത, ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം കർണാടകയാണെന്ന് മനസ്സിലാക്കാം. അതായത് കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഏകദേശം 71% കർണാടകയിൽ നിന്നാണ്. ഇനി കാപ്പി കൃഷിയുടെ ഏകദേശം 51%, കാപ്പി ഉൽപ്പാദനത്തിൽ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. രണ്ടാം സ്ഥാനം കേരളത്തിലാണെന്ന് കൂടെ ഓർത്തുവയ്ക്കാം. ഇനി അറബിക്ക, റോബസ്റ്റ എന്നിവ എന്തിന്റെ മുന്തിയ ഇനങ്ങളാണ്? അറബിക്ക, റോബസ്റ്റ എന്നിവ കാപ്പിയുടെ മുന്തിയ ഇനങ്ങളാണ് ഓർത്തുവയ്ക്കുക. അപ്പൊ അറബിക്ക, റോബസ്റ്റ എന്നിവ കാപ്പിയുടെ മുന്തിയ ഇനങ്ങളാണ്. അറബിക്ക, റോബസ്റ്റ. ഈ പശ്ചിമഘട്ടനിരകളിൽ എവിടെയാണ് കാപ്പി കൃഷി വ്യാപകമായി നടക്കുന്നത്? പശ്ചിമഘട്ടനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയ തോട്ടങ്ങൾ വ്യാപകമാണ്. അപ്പൊ പശ്ചിമഘട്ടനിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം കൂടിയിരിക്കുന്നത്. അപ്പൊ നീലഗിരി മേഖലയിൽ തേയിലയും കാപ്പിയും വൻതോതിൽ കൃഷി ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഇന്ത്യയിൽ കാപ്പി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ്. ഇനി പശ്ചിമഘട്ടനിരകളിലാണ് തോട്ടവിളകൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അവിടെ നീലഗിരി മേഖലയിലാണ് തേയിലയും കാപ്പിയും കൂടുതലായിട്ട് കൃഷി ചെയ്യപ്പെടുന്നത്. അടുത്ത് മനസ്സിലാക്കേണ്ടത്, പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? അപ്പൊ പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് ആണെന്ന് ഓർത്തുവയ്ക്കുക. ഇനി രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. അപ്പൊ പരുത്തി ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്തും രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഇത് ഒരു ഖാരിഫ് വിളയാണ്. അപ്പൊ പരുത്തി എന്ന് പറയുന്ന ഒരു ഖാരിഫ് വിളയാണെന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ്? ഉപതീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുഭവങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. അപ്പൊ ധാതുഭവങ്ങൾ എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു? ഉപതീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുഭവങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. ഇനി ആ പ്രദേശങ്ങൾ പറയുകയാണെങ്കിൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. അപ്പൊ ഉപതീയ പീഠഭൂമിയിലെ പരരൂപ ശിലാപാളികളും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതുഭവങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്. അത് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ഈ ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല എന്ന് അറിയപ്പെടുന്നത്. ഇനി കൽക്കരി, ഇരുമ്പയര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിവിടം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ധാതു സമ്പുഷ്ടമാണല്ലേ ഇത്. കൽക്കരി, ഇരുമ്പയര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ലോഹ അലോഹ ധാതുക്കൾ സമൃദ്ധമാണ് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അതുകൊണ്ടാണ് ഇതിനെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, ഉപതീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലയിൽ തരംതിരിക്കാം. അവ ഏതാണ്? അപ്പൊ ഉപതീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലയിൽ തരംതിരിക്കും. ഏതൊക്കെയാണത്? ഒന്ന് മനസ്സിലാക്കേണ്ടത്, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല. അപ്പൊ ഉപതീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. എങ്ങനെയാണ്? ഉപതീയ പീഠഭൂമിയെ വിവിധ ധാതുക്കളുടെ അടിസ്ഥാന ധാതു മേഖലകളെ തരംതിരിക്കുക അല്ലെ. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല. ഒന്നുകൂടെ, വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇനി വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് ആ പ്രദേശം ഉപതീയ പീഠഭൂമിയുടെ ഏത് പ്രദേശമാണ്? അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ആരവല്ലിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ്. അപ്പൊ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ആരവല്ലിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ്. ഇവിടെ പ്രധാനമായി കാണപ്പെടുന്ന ധാതുക്കള് ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാണ്. അപ്പൊ ചെമ്പ്, ഈയം,
സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാണ് ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ കാണപ്പെടുന്നത്. അത് രാജസ്ഥാനിലെ ആരവലിയോടും അത് ഗുജറാത്തിലെ ഭാഗങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത മനസ്സിലാക്കേണ്ടത് തെക്ക് പടിഞ്ഞാറൻ മേഖല. എന്താണ് തെക്ക് പടിഞ്ഞാറൻ മേഖല? അടുത്തത് പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന ഈ മേഖല. അപ്പൊ പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന മേഖലയാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല. ഇവിടെ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയ ധാരാളമായിട്ട് കാണപ്പെടുന്നു. അപ്പൊ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയ ധാരാളമായി കാണപ്പെടുന്ന എവിടെയാണ്? തെക്ക് പടിഞ്ഞാറൻ മേഖലയിലാണ്. അത് 7 ഭാഗത്തായിട്ട് കാണപ്പെടുന്ന പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്നാണ് ഈ മേഖല കാണപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറൻ മേഖലയാണെങ്കിൽ രാജസ്ഥാന് ആരവല്ലിയും അതിനോട് ഗുജറാത്തിന്റെ ചില ഭാഗങ്ങളും ചേർന്ന് അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളുമാണ് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. തെക്ക് പടിഞ്ഞാറൻ മേഖലയാണെങ്കിൽ പടിഞ്ഞാറ് കർണാടകയും ഗോവയും ചേർന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറൻ മേഖലയെന്ന് മനസ്സിലാക്കി. അടുത്തത് ദക്ഷിണ മേഖലയാണ്. അവിടെ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട ഈ മേഖലയാണ്. അപ്പൊ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെട്ട മേഖലയാണ് ഇത് ദക്ഷിണ മേഖല എന്ന്. അപ്പൊ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഇത് ദക്ഷിണ മേഖല എന്നറിയപ്പെടുന്നത്. അവിടെ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടും. അപ്പൊ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നത് ദക്ഷിണ മേഖലയാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത മധ്യമേഖലയാണ്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയെ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. അപ്പൊ മധ്യമേഖല എന്ന് പറയുന്നത് അവിടെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ കാണപ്പെടുന്നു? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളായിട്ടാണ് മധ്യമേഖല വ്യാപിച്ചു കിടക്കുന്നത്. ഇനി അവിടെ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ധാതുക്കൾ എന്ന് പറയുന്നത് ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമാണ്. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ധാതു മേഖല. അപ്പൊ നമ്മൾ ചോട്ടാനാഗ്പൂർ പീഠഭൂമിയില് അതിൽ ഈ പറയുന്ന എന്താണ് ധാതുഹങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് ധാതുഹങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്? ചോട്ടാനാഗ്പൂർ പീഠഭൂമി എന്ന് പറഞ്ഞു. ഇനി ഉപതീയ പീഠഭൂമിയിലെ വിവിധ ധാതുമേഖലയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉപതീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ ധാതുമേഖല ഏതാണെന്ന് ചോദിച്ചാൽ ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമിയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നതാണ് ഉപതീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ ധാതുമേഖല. അത് ഏതാണ്? ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമികളാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ജാർഖണ്ഡ്, പശ്ചിമ ഒഡീഷ എന്ന സംസ്ഥാനങ്ങളാണ് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ ധാതുമേഖല ഏതാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമാണ്. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്തിലാണ് ചോട്ടാനാഗ്പൂർ പീഠഭൂമി അല്ലെ ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ കാണപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ ധാതു മേഖല എന്ന് മനസ്സിലാക്കുക. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് വ്യാപിച്ചു കിടക്കുന്നത്. പ്രധാന ധാതുക്കൾ ഏതൊക്കെയാണ്? കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഉപതീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണ്? വടക്ക് പടിഞ്ഞാറ്, ആദ്യം നമുക്ക് പഠിച്ചത് വടക്ക് പറഞ്ഞാണ്. അപ്പൊ ആദ്യം പഠിച്ചത് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം അല്ലെ. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം രാജസ്ഥാന്റെ ആരവല്ലി അതോട് ചേർന്ന് ഗുജറാത്തിന്റെ ഭാഗങ്ങൾ അല്ലെ. അതാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം അല്ലെ. എന്നാണ് വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് ഇപ്പൊ പറഞ്ഞത്. വടക്ക് പടിഞ്ഞാറൻ മേഖല. ഇനി വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നമ്മൾ തെക്ക് പടിഞ്ഞാറൻ മേഖലയ്ക്ക് പോയി. തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറഞ്ഞാൽ അത് പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന ഭാഗമാണ് തെക്ക് പടിഞ്ഞാറൻ മേഖല എന്ന്. ഇനി ദക്ഷിണ മേഖലയോ കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് കാണാൻ തമിഴ്നാടിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ദക്ഷിണ മേഖല എന്ന് പറയുന്നത്. ഇനി മധ്യമേഖല എന്ന് പറയുന്നത് എന്താണ്? ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനം ലഭിച്ചു കൊടുക്കുന്ന മേഖലയാണ് മധ്യമേഖല. ഇനി വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം അല്ലെ. വടക്ക് കിഴക്കൻ പീഠപ്രദേശം ഏറ്റവും ധാതു സമ്പുഷ്ട മേഖല അത് ചോട്ടാനാഗ്പൂർ ഒഡീഷ പീഠഭൂമി എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉപതീയ പീഠഭൂമി വിവിധ ധാതു മേഖല തെരഞ്ഞെടുക്കാൻ ഏതൊക്കെയാണ്? വടക്ക് പടിഞ്ഞാറൻ മേഖല, അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മേഖല, ദക്ഷിണ മേഖല, മധ്യമേഖല, പിന്നെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. ഇതിൽ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശമാണ് ഏറ്റവും ധാതു സമ്പുഷ്ടമായെന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് മനസ്സിലാക്കുന്ന ചോദ്യം, ലോക ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അപ്പൊ ലോക ജനസംഖ്യയിൽ ഇപ്പൊ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ് അല്ലെ. അപ്പൊ ജനസംഖ്യയുടെ വലിപ്പം, ഘടന, വൈദഗ്ധ്യം എന്നിവയെല്ലാം മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ജനസംഖ്യയുടെ വലിപ്പം, ഘടന,
വൈദഗ്ധ്യം എന്നിവയെല്ലാം മാനവവിശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ജനസംഖ്യയുടെ വലിപ്പമല്ല അതിന്റെ ഗുണമേന്മയാണ് മാനവവിഭവത്തെ നിർണ്ണയിക്കുന്നതിലൂടെ മനസ്സിലാക്കുക. അപ്പൊ ജനസംഖ്യയുടെ വലിപ്പമല്ല അതിന്റെ ഗുണമേന്മയാണ് മാനവവിഭവത്തെ നിർണ്ണയിക്കുന്നതിലൂടെ ഓർത്തു വെക്കുക. നമ്മളിന്ന് പുതിയ 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഈ ഫാക്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അപ്പൊ തീർച്ചയായും ഇത്തരം ക്വസ്റ്റ്യൻസും ഫാക്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം മീ. താങ്ക് യു.